ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്നൊരു കോഡ് സെറ്റ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഒരു പലാസോ പാൻറ്റും അതിന് പറ്റിയ ഒരു ക്രോപ്പ് ടോപ്പും ഒക്കെ ആയിട്ട് നമ്മൾ സെയിം മെറ്റീരിയൽ കൊണ്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ ഇത്. പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഉടുപ്പാണ്. നല്ല രസീലെ കാണാനായിട്ട്, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതിൽ ആ ടോപ്പ് പാൻറ്റ് മാറ്റിയിട്ട് ജീൻസിൻ്റെ കൂടെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ജീൻസിൻ്റെ കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ക്രോപ്പ് ടോപ്പായിട്ടും അടിപൊളിയാണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ടപ്പോഴും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാം കേട്ടോ. ആദ്യത്തെ നമ്മൾ പാൻറ്റാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. പാൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടും ബാക്കും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വെട്ടിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ആദ്യം തന്നെ രണ്ടായിട്ട് മടക്കിയിട്ടേക്കുന്നത്. അപ്പോൾ 18.5 ഇഞ്ച് വീതിയിലാണ് ഞാൻ തുണി എടുത്തേക്കുന്നത്. 18.5 ഇഞ്ച് വീതിയിൽ രണ്ടായിട്ട് തുണി മടക്കിയിട്ടേക്കുവാണ്. അതായത് ഒരു സൈഡിൽ 18.5 ഇഞ്ച് കേട്ടോ. അപ്പോൾ ടോട്ടൽ വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ, 18.5 പ്ലസ് 18.5 വരും കേട്ടോ. അപ്പം നമ്മൾ വേസ്റ്റിൻ്റെ ആ ഒരു പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ 10 ഇഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണോ വേസ്റ്റ് വേണ്ടത്, അതായത് നിങ്ങളിപ്പോൾ ഒരു 30 ഇഞ്ചാണ് നിങ്ങളുടെ വേസ്റ്റ് റൗണ്ടെങ്കിൽ 30/4 എത്രയാണോ കിട്ടുന്നത്, ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടെ കൂട്ടണം കേട്ടോ. 2 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു തുകയാണ് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്കിപ്പോൾ 10 ഇഞ്ചാണ് കേട്ടോ അത്. അപ്പോൾ അതായത് നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 2 ഇഞ്ച് നമ്മൾ വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ഇഞ്ച് നമ്മൾ ആദ്യമേ തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആദ്യമേ തന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചതിന് ശേഷം ആ 2 ഇഞ്ച് ഒഴിവാക്കിയിട്ടാണ് ബാക്കിയുള്ള മെഷർമെന്റും കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ ക്രോച്ച് വരച്ചു കൊടുക്കുവാണ്. ക്രോച്ചിന് വേണ്ടിയിട്ട് എനിക്കിവിടെ ഞാൻ 11.5 ഇഞ്ചാണ് കേട്ടോ താഴത്തേക്ക് നീളം അളന്ന് കൊടുക്കുന്നത്. 11.5 ഇഞ്ച് നീളം അളന്ന് കൊടുത്തതിന് ശേഷം അതെ നമ്മൾ 10 ഇഞ്ച് അവിടെയും കൂടെ ഈ ഒരു ക്രോച്ചിൻ്റെ അവിടെ 11.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടെയും കൂടി നമ്മൾ മേളത്തെ ആ ഒരു 10 ഇഞ്ച് നമ്മൾ അതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ക്രോച്ചിൻ്റെ ആ ഒരു ഏരിയയിൽ 2.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ക്രോച്ചിൻ്റെ അവിടെ 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. നമ്മൾ 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഏരിയയിൽ. ആ 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന അവിടെ തന്നെ നമ്മൾ എൽ ഷേപ്പിൽ 2.5 ഇഞ്ചും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 2.5 ഇഞ്ചും കൂടെ ഇതുപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ വീതി എന്ന് പറയുന്നത് 12.5 ഇഞ്ചാണ് കേട്ടോ. ഇതിൽ കാണാമല്ലോ. ഇനി നമ്മൾ ആ ഒരു പോർഷനെ തന്നെ രണ്ടായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ ടേപ്പ് നേർപകുതിയായിട്ട് 12.5 ഇഞ്ചിന്റെ നേർപകുതി എവിടെയാണോ വരുന്നത് അവിടെ നമ്മൾ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനതൊന്നും കൂടി കാണിച്ചു തരുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കണം. ഇതിന് ശേഷം നമുക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണ് വരണതെന്ന് നോക്കണം കേട്ടോ. അപ്പം നമ്മൾ ആ 2 ഇഞ്ച് അവിടെ വിടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് വിടാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ 2 ഇഞ്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത് വേണ്ടതെന്ന് നിങ്ങളൊന്ന് അടയാളപ്പെടുത്തി എടുക്കണം. എനിക്ക് 36 ഇഞ്ചാണ് കേട്ടോ ടോട്ടൽ ലെങ്ത് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹൈ വേസ്റ്റ് ആയിട്ടാണല്ലോ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് 36 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വേണ്ടത്. അപ്പോൾ 36 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് നീളത്തിൽ സ്ട്രെയിറ്റ് ലൈൻ അവിടെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ 18.5 ഇഞ്ച് വീതിയിൽ നമ്മൾ ആദ്യം മടക്കിയിട്ടിട്ടില്ലേ, ആ ഒരു അത്രയും പോർഷനിലേക്ക് ഞാൻ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 36 ഇഞ്ച് നീളത്തിൽ നമ്മുടെ ലെങ്ത്തിൽ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയും കേട്ടോ. അതിനുശേഷം ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് ആ ക്രോച്ചിന്റെ അവിടെ നിന്ന് 18.5 ഇഞ്ച് വീതിയാണല്ലോ നമ്മൾ ടോട്ടൽ എടുത്തത്. അപ്പോൾ ആ ക്രോച്ചിന്റെ പോർഷൻ നമ്മൾ 12.5 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത് ക്രോച്ചൊക്കെ വരച്ചൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എൽ ഷേപ്പിൽ. എൽ ഷേപ്പ് അവിടെ കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് കെർവ് ചെയ്ത് വരക്കണം കേട്ടോ നിങ്ങൾ ക്രോച്ചിന്റെ ആ ഒരു ഭാഗത്ത്. അപ്പോൾ അങ്ങനെ കെർവ് ചെയ്ത് വരച്ച് വെച്ചേക്കുന്ന ആ ഒരു ഏരിയ ഒന്ന് കണ്ടോ. ആ ഒരു കെർവ് ഞാൻ അവിടെ കെർവ് ചെയ്ത് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കെർവിൽ കൂടി നമ്മളിത് ഇതേപോലെ ആ 12.5 ഇഞ്ച് വീതി നമ്മൾ അടയാളപ്പെടുത്തി എടുത്ത് നിന്നും 18.5 ഇഞ്ച് നമ്മൾ വീതി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു മാർക്കിങ്ങിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വശം. അത് കഴിഞ്ഞത് നമ്മൾ അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് വശം ഉണ്ടല്ലോ, അതും കൂടി ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിന്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്. നേരത്തെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് തുണി മടക്കിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ നമ്മൾ രണ്ടായിട്ട് തുണി മടക്കിയിട്ടതിന് ശേഷം അതിന്റെ മുകളിലേക്ക് നമ്മൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേച്ച് നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എല്ലാ ഭാഗത്തും എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സൈഡ്സിലും നമ്മുടെ മറ്റേ വേസ്റ്റിന്റെ പോർഷൻ മുതൽ ഏറ്റവും താഴെ വരെ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ വശങ്ങളിലും ഞാനിപ്പോൾ ആ ക്രോച്ചിന്റെ ഏരിയ ആണ് വരച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. എല്ലാ വശത്തും ഞാൻ 2 ഇഞ്ച് വെച്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും 2 ഇഞ്ച് വെച്ച് എടുക്കണം. ഞാൻ എക്സ്ട്രാ സ്മോൾ സൈസ് ആയതുകൊണ്ട് തന്നെ
1.5 ഇഞ്ച് ഞാൻ എടുക്കുന്നുള്ളൂ. പക്ഷേ മസ്റ്റായിട്ട് നമ്മൾ 2 ഇഞ്ച് എടുക്കണം കേട്ടോ. കുറച്ചും കൂടിയൊക്കെ നമുക്ക് കാലിനൊക്കെ വണ്ണമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നന്നായിട്ടൊന്ന് കവറപ്പ് ചെയ്ത് പോകണമെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് 2 ഇഞ്ച് നമ്മൾ എടുക്കണം. ഞാൻ എക്സ്ട്രാ സ്മോൾ ആയതുകൊണ്ട് മാത്രം ഞാൻ 1.5 ഇഞ്ച് എടുക്കണതാണ്. പക്ഷെ നിങ്ങൾ ഉറപ്പായിട്ടും 2 ഇഞ്ച് വെച്ച് എടുക്കണം കേട്ടോ. എന്നിട്ട് ആ മാർക്കിങ്ങിൽ കൂടി നമ്മൾ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്തത് അതുപോലെ തന്നെ ബാക്ക് കട്ട് ചെയ്തെടുക്കണം. പക്ഷെ ആ ക്രോച്ചിന്റെ വശം ഉണ്ടല്ലോ, ആ ഒരു സൈഡിൽ വേസ്റ്റ് മുതൽ ഏറ്റവും താഴെ വരെ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം കേട്ടോ. ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ച പോലെ തന്നെ. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് വേണ്ടി ലൈനിങ് കട്ട് ചെയ്തെടുക്കുവാണ്. ലൈനിങ് നമ്മൾ എങ്ങനെയാണോ ഈ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്ത് അതുപോലെ തന്നെ ആ തുണി വെച്ച് കൊടുത്തതിന് ശേഷം ലൈനിങ് നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പം ഞാനിവിടെ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ് ലൈനിങ് വെക്കണോ ലൈനിങ് വെക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ ലൈനിങ് വെക്കുന്ന കേസിൽ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഇതുപോലെ വെച്ചൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. എല്ലാ വശങ്ങളിലും നമ്മൾ ലൈനിങ് ഒന്ന് ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി നീങ്ങോ അങ്ങനെ മാറിപ്പോവൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വശങ്ങളിലും ഇതുപോലെ ഒന്ന് കൃത്യമായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പീസും അടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസും ബാക്ക് പീസും എല്ലാം നമ്മൾ ഇതുപോലെ താഴെ ലൈനിങ് വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കാണിക്കാൻ ഇതിൽ വിട്ടുപോയ ഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ മടക്കി അടിക്കാൻ കൂടി വേണ്ടിയിട്ടുള്ള തുണി നമ്മൾ എടുക്കണം കേട്ടോ. 36 ഇഞ്ച് വീതിയാണ് നമ്മൾ ടോട്ടൽ നീളമാണ് താഴത്തേക്ക് എടുത്തേക്കുന്നത്, ടോട്ടൽ ലെങ്ത്. അതിന് താഴത്തേക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ നിങ്ങൾ മടക്കി അടിക്കാനുള്ള തുണിയും കൂടി ഇടണവേ. അത് നമ്മളിവിടെ സ്കിപ്പായി പോയിട്ടുണ്ട് ആ ഒരു പോർഷൻ. അപ്പോൾ അത് നമ്മൾ വിട്ടുകളയരുത്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണ് ഫസ്റ്റ് നമ്മൾ അടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ 2 ഭാഗങ്ങളുണ്ടല്ലോ, അതിൻ്റെ ക്രോച്ചിൻ്റെ വശമാട്ടോ നമ്മളിപ്പോൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ രണ്ട് ഭാഗവും കൂടി നമ്മൾ ഇതേപോലെ നല്ല വശവും മുഖാമുഖം ചേർത്ത് വെച്ചതിന് ശേഷം ക്രോച്ചിൻ്റെ ഭാഗമാണ് നമ്മൾ ആദ്യം അടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് പോർഷൻ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ക്രോച്ച് പോർഷൻ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിൻ്റെ ക്രോച്ചിൻ്റെ പോർഷന് ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ആ ഫ്രണ്ടും ബാക്കും കൂടെ ഇതുപോലെ ഒന്നിച്ച് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. ഒന്നിച്ച് നമ്മൾ ആ ക്രോച്ചിന്റെ ഭാഗം അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വശം ആ തയ്യൽ തുമ്പൊക്കെ കണ്ടില്ലേ, അതിങ്ങനെ മുഖാമുഖം വെച്ച് ചേർത്ത് വെച്ച് കൊടുക്കണം. അങ്ങനെ ആ തയ്യലിന്റെ വശം പരസ്പരം ചേർത്ത് വെച്ച് കൊടുക്കണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വൃത്തികേടായിരിക്കും. അതിങ്ങനെ യോജിച്ച് വന്നേക്കണം. ഒരുപോലെ യോജിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സെന്റർ പോർഷനിൽ നിന്ന് തന്നെ അടിച്ചു തുടങ്ങണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുഖാമുഖം ചേർത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ആ ഒരു വശം നമ്മൾ അടിച്ചു കൊടുക്കുവാണേ. നമ്മൾ ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെന്ററിൽ തന്നെയാണ് അടിച്ചു തുടങ്ങുന്നത്. സെന്ററിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം വരെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാവേ. അപ്പം നമ്മൾ ഇതിൽ കട്ടിങ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ നല്ല ഫ്ലെയർ ഇട്ടാണ് കേട്ടോ തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും നമ്മൾ തുണിയൊന്നും കട്ട് ചെയ്ത് മാറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് വശം ഉണ്ടാവുമല്ലോ, നമ്മുടെ പാൻറ്റിൻ്റെ ഓപ്പോസിറ്റ് വശം. ഒരു വശമാണ് നമ്മളിപ്പോൾ അടിച്ചു കഴിഞ്ഞത്, ഇതിപ്പോൾ രണ്ടാമത്തെ ഓപ്പോസിറ്റ് വശം. ആ വശവും കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 വശങ്ങൾ നമുക്ക് അടിക്കാനുള്ള സൈഡെല്ലാം നമ്മൾ ഇപ്പം തന്നെ അടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, നമ്മൾ എല്ലാ വശവും അടിച്ചു കൊടുക്കാനുള്ള വശം അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ബാൻഡ് വെച്ച് കൊടുക്കുകയാണ്. വേസ്റ്റ് ബാൻഡിന് വേണ്ടി ഞാൻ ഇവിടെ ക്യാൻവാസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വേസ്റ്റിൻ്റെ ഭാഗം നമ്മൾ അടിക്കരുത്. ആദ്യം അടിക്കാൻ നേരത്ത് ആ ഭാഗം ഒഴിച്ചിട്ടുള്ള ഭാഗം വേണം കേട്ടോ നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം ഇതുപോലെ തന്നെ 2 ഇഞ്ചാണ് ഞാൻ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നത്. 2 ഇഞ്ച് ക്യാൻവാസ് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് അങ്ങനെ തന്നെ വെച്ച് അങ്ങോട്ട് മടക്കി അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ അങ്ങ് വെച്ച് മടക്കി അടിച്ചെടുക്കുമ്പോൾ ക്യാൻവാസ് വെച്ച് നമ്മൾ മടക്കി അടിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കുവേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ക്യാൻവാസ് വെച്ച് നമ്മളൊന്ന് അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിലാണ് കേട്ടോ നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നത്. ബാക്ക് പോർഷനിൽ നമ്മൾ ക്യാൻവാസ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഞാൻ നീറ്റായിട്ട് ക്യാൻവാസ് ഒക്കെ വെച്ച് അടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നീറ്റായിട്ട് ഞാൻ ബാക്ക് പോർഷനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് പോർഷന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, ഫ്രണ്ട് പോർഷന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സൈഡ്സ് മാത്രം നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ വശങ്ങളും കൂടി ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അടിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എൻ്റെ അരവണ്ണം ഞാൻ കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം ആ
അരവണ്ണത്തിന്നതേ നമ്മൾ നേരത്തെ അടിച്ച് ഓൾറെഡി ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഒരു 4 ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടാണല്ലോ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ 4 ഇഞ്ച് വിട്ടതിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കെർവ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. അതെ, പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അടി പോയേക്കുന്നത് എങ്ങനെയാണെന്ന്. എന്താണെന്ന് വെച്ചാൽ വയറിൻ്റെ അവിടെ നമുക്ക് വണ്ണം കുറവാണല്ലോ, പക്ഷെ നമ്മുടെ ഹിപ്പിൻ്റെ ആ ഒരു പോർഷനിലോട്ടൊക്കെ വരാൻ നേരത്ത് നമുക്ക് വണ്ണമുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മളിത് ഇതുപോലെ വേണം ഷേപ്പ് വരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചോക്ക് കൊണ്ട് വരച്ച് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ഒരു ഷേപ്പിലാണേ. അപ്പോൾ നമ്മൾ ആ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഒരു വശം നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി ഈ വശത്ത് നമ്മൾ സിബാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇലാസ്റ്റിക് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇലാസ്റ്റിക് ഇടുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇലാസ്റ്റിക് ഒഴിവാക്കിയത്. ഇലാസ്റ്റിക് ഇടാൻ ഇഷ്ടമുള്ളവർ ഇലാസ്റ്റിക് വെച്ച് കൊടുത്താൽ മതി. ഞാനൊരു സൈഡിൽ സിബ് വെച്ചിട്ടാണ് കേട്ടോ അത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ സിബ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടോണം. നമ്മളതേ ആ നല്ല വശമാണ് കേട്ടോ ഇതുപോലെ തുറന്നിട്ടേക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ എനിക്ക് എവിടെയാണോ സിബ് വെക്കേണ്ടതെന്ന് ഞാൻ ഷേപ്പൊക്കെ ഞാൻ നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഷേപ്പ് ഇങ്ങനെ കൃത്യമായിട്ട് വരച്ച് വെച്ചതിന് ശേഷം സിബ് ഇങ്ങനെ നേരെ അങ്ങോട്ട് വെച്ച് കൊടുക്കുവാണേ. കണ്ടല്ലോ, ഇതുപോലെ നേരെ അങ്ങോട്ട് വെച്ച് കൊടുത്തേച്ച് ഞാൻ സിബ് വെക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ ഒന്ന് ഭാഗം നമ്മളിങ്ങനെ തുറന്ന് വെച്ച് കൊടുത്തേക്കുവാണേ. പിന്നെ സിബ് വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 ഫൂട്ടുള്ള ആ ഒരു പ്രഷർ വെച്ച് വേണം അടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സിബ് ഇരിക്കുന്ന പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സിബ് ഇങ്ങനെ വേണം തുറന്ന് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതേ സിബിൻ്റെ തുറന്ന് വെച്ചിട്ട് നമ്മൾ ആ ഒരു സൈഡ് ആദ്യം നമ്മൾ അടിച്ചു കൊടുക്കുവാണേ. അപ്പോൾ നമുക്ക് വേണ്ട വരെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് അടിച്ചു കൊടുക്കണം കണ്ടോ. അതെ, ഇവിടം വരെയാണ് എനിക്ക് വേണ്ടത്. അവിടെ വെച്ച് ഞാൻ അതെ 2 തവണ ഒന്ന് അടിച്ച് കെട്ടിട്ടതേ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മറ്റേ സൈഡും കൂടെ അടിച്ചെടുക്കണം. അതെ, അപ്പോൾ അതിന് മുന്നേ നമ്മുടെ നൂലൊക്കെ നമ്മളങ്ങ് വെട്ടിക്കളയുവാണേ. ഇനി ഇതേ കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് സിബൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. അതെ, കറക്റ്റ് അല്ലേ വന്നേക്കണതെന്ന്. ഇത് ഇങ്ങനെയാണ് കേട്ടോ വന്നേക്കണത്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതേ അടുത്ത ഭാഗം ഞാൻ എടുത്ത് വെച്ചിട്ട് ഇതേ അത് ഞാൻ തുറന്നാണ് വെക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തുറന്ന് കണ്ടോ. ആ സിബിൻ്റെ ആ ഒരു കുരു എന്നുള്ള വശം ഉണ്ടല്ലോ, അത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ വെക്കേണ്ട സ്ഥലത്ത് കൃത്യം വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അവിടെ ഒരു പേൾപ്പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2 ഭാഗവും തമ്മിൽ കയറി ഇറങ്ങി പോകാതിരിക്കാൻ കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ നിങ്ങൾ സിബ് നമ്മൾ നേരെ വെച്ചതിന് ശേഷം, എൻ്റെ സിബ് ഇരിക്കണമുണ്ടല്ലോ നേരെ വെച്ചതിന് ശേഷം ഇരുവശങ്ങളിലേക്ക് നമ്മൾ വായ് ഭാഗം തുറന്ന് വെച്ച് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇരുവശങ്ങളിലേക്ക് നമ്മൾ വായ് ഭാഗം ഇതേപോലെ തുറന്ന് വെക്കണം. തുറന്ന് വെച്ചേച്ച് നമ്മളിത് അടിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ. അപ്പോൾ നമുക്ക് 1 ഫൂട്ട് ഇട്ടേ ഈ ഇൻവിസിബിൾ സിബ് വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് 1 ഫൂട്ട് വേണം, എന്നാലേ നമുക്ക് ഇൻവിസിബിൾ സിബ് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റേ വശം അടിച്ചെടുത്തതുപോലെ തന്നെ ഈ വശവും നമ്മളിത് അടിച്ചെടുക്കുവാണേ. അങ്ങനെ നമ്മൾ ഈ വശം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നീറ്റായിട്ട്. നമ്മുടെ ഇൻവിസിബിൾ സിബ് വെക്കാനായിട്ട് ഇച്ചിരി ഒന്ന് പാടാണ്. അതപ്പോൾ ബിഗിനേഴ്സിന് ചെയ്യാനായിട്ട് ഇച്ചിരി ഒന്ന് പാടായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണെന്ന്. അപ്പോൾ അതെ നമ്മൾ 2 സൈഡും പിടിപ്പിച്ച് വെച്ച് കഴിയാൻ നേരത്തെ ഇതുപോലെ ഇരിക്കും കേട്ടോ, വളഞ്ഞു പൊളഞ്ഞിരിക്കണ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അതെ ഈ താഴത്തുള്ള ഒരു പോർഷൻ കണ്ടോ, അതെ ഈ ഒരു തുളയെ കൂടി നമ്മൾ പുറകിലേക്ക് സിബ് എടുക്കണം കണ്ടോ. ഇങ്ങനെയാണ് സിബ് എടുക്കേണ്ടത്. നമ്മൾ 2 വശത്തും സിബ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് സ്ലോ ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് സിബ് വെച്ചേക്കണത്, സിബ് എടുക്കുന്നത്. നിങ്ങളൊന്ന് സ്ലോ ആയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിബിൻ്റെ രീതികൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നന്നായിട്ട് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ നമ്മൾ ആ തുളയെ കൂടി ഉള്ളിലേക്ക് എടുത്തു കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് വരും. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ട്, ഇതേ കണ്ടോ നമുക്ക് 2 സ്ഥലത്ത് നല്ല കറക്റ്റായിട്ട് നീറ്റായിട്ട് ഇൻവിസിബിൾ സിബ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഏറ്റവും ലാസ്റ്റ് ഒരു തുള പോലെ വന്നിട്ടുണ്ട് കണ്ടോ, ഇവിടെ ഒരു തുളയാണ്. അപ്പോൾ ആ തുള നമ്മളിനി ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ ലാസ്റ്റാണ് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഇത് ഇനി ചെയ്യാൻ പോകുന്നത്. ഇതേ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചങ്ങോട്ട്, അതും 1 ഫൂട്ട് ഇട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. 1 ഫൂട്ട് ഇട്ട് ഇതുപോലെ ആ തുള അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിയാൻ നേരം നല്ല നീറ്റായിട്ട് നമ്മുടെ ഇൻവിസിബിൾ സിബ് പിടിപ്പിച്ചത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ പിടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന ഈ സിബും കാര്യങ്ങളും എല്ലാം നമുക്ക് അങ്ങോട്ട് വെട്ടിക്കളയാം. നമ്മൾ അതുപോലെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നന്നായിട്ട് എക്സ്ട്രാ നിന്ന പോർഷനെല്ലാം ഞാൻ സൈഡ്സിലോട്ടൊക്കെ മടക്കി അടിച്ച് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇതേപോലെ 2 വശത്തും മടക്കി അടിച്ച് പൊങ്ങി നിന്ന ഭാഗമൊക്കെ ഇതേപോലെ തന്നെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ സൈഡ്സ് എല്ലാം നന്നായിട്ട് നീറ്റായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സിബിൻ്റെ മേളത്തെ പോർഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും താഴെ മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അപ്പോൾ ഏറ്റവും താഴെ നമ്മൾ മടക്കി അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും താഴെ നമ്മൾ സീം അലവൻസിന് വേണ്ടി 2 ഇഞ്ച് വിടണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഏറ്റവും മേളിലും 2 ഇഞ്ച് വിടണം, ഏറ്റവും താഴെയും നമ്മൾ സീം അലവൻസിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വിടണം കേട്ടോ. അപ്പം 36 ഇഞ്ചാണ് എനിക്ക് ലെങ്ത് എടുത്തേക്കുന്നത്. അപ്പം ഏറ്റവും മേളിൽ വേസ്റ്റ് പാൻറ്റിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വിട്ടിട്ടുണ്ട്, താഴെ മടക്കി അടിക്കാനും 2 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 36 ഇഞ്ചിൻ്റെ കൂടെ അപ്പോൾ എക്സ്ട്രാ 4 ഇഞ്ച് നമ്മൾ ഏറ്റവും മേളിൽ 2 ഇഞ്ച് താഴെ 2 ഇഞ്ച് വെച്ച് 4 ഇഞ്ച് ടോട്ടൽ ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് പാൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ടോപ്പാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനൊരു ക്രോപ്പ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അത് നമ്മുടെ ഓവർലാപ്പ് ചെയ്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഉദ്ദേശിച്ചേക്കണത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പാറ്റേൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പാറ്റേണിന് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ എങ്ങനെയാണോ ഞാൻ എപ്പോഴും കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ 5.5 ഇഞ്ചാണ് എൻ്റെ ഷോൾഡർ എടുക്കുന്നത്. അപ്പോൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് ഇതേപോലെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ചെസ്റ്റ് പോർഷൻ 10.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. 10.5 ഇഞ്ച് ഇതേ ചെസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 ഇഞ്ചാണ് കെറിവ് വരയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആം ഹോളിൻ്റെ കെറിവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് അവിടെ ഒന്ന് ആ ഒരു എൽ ഷേപ്പ് നമ്മളൊന്ന് കെറിവാക്കി കൊടുക്കുകയാണ് അവിടെ ഇതുപോലെ. അപ്പോൾ നമ്മുടെ ആം ഹോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്ന നെക്ക് എന്ന് പറയുന്നത് വി നെക്കാണ് കേട്ടോ. അപ്പോൾ വി നെക്കിന് വേണ്ടി എനിക്ക് ഒരുപാട് ഇങ്ങനെ വൈഡായിട്ട് നിൽക്കണം നെക്കിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് ഒതുങ്ങിയ കഴുത്താണ് ചെയ്യുന്നത്. അപ്പോൾ 2.25 ഇഞ്ചാണ് കേട്ടോ വീതി ഞാൻ എടുക്കുന്നത്. 2.25 ഇഞ്ച് വീതിയും 6.5 ഇഞ്ച് നീളമാണ് ഞാൻ താഴത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ 2.25 ഇഞ്ച് വീതി അടയാളപ്പെടുത്തിയതിന് ശേഷം 6.5 ഇഞ്ച് ഞാൻ താഴത്തേക്ക് എടുത്തിട്ട് എൽ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനത് വി ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ 2.25 ഇഞ്ച് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നിന്നിട്ട് നമ്മളിത് ഈ 6.5 ഇഞ്ചിലേക്ക് ഇതേപോലെ വി വരച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ വീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം ഈ നെക്കിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ ടോട്ടൽ ലെങ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വേണ്ട ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 18 ഇഞ്ചാണേ കണ്ടോ. അപ്പോൾ ഞാൻ സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി 18.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ സീം അലവൻസ് ഇവിടെ 18.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് എനിക്ക് അത്രയും മതി. ഇതൊക്കെ ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ എടുക്കണം. ഇനിയിപ്പം ഞാനിതൊന്ന് യോക്കും താഴത്തെ പോർഷനായിട്ടൊന്ന് സെപ്പറേറ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യോക്കിന് വേണ്ടിയിട്ട് ഞാൻ 14 ഇഞ്ചാണ് എടുത്തേക്കണത്. അപ്പോൾ ആ 14 ഇഞ്ച് മേളിൽ നിന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം 14 ഇഞ്ചിൻ്റെ അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ മാർക്കിങ്ങിലൂടെ എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 14 ഇഞ്ചിൻ്റെ അവിടെ ഒരു യോക്ക് കട്ടിങ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നടുക്കുന്നൊരു യോക്ക് കട്ടിങ് വന്നേക്കണത്. അപ്പോൾ താഴത്തെ പോർഷൻ 18 ഇഞ്ചിൻ്റെ ആ ബാലൻസ് പോർഷൻ നമ്മളിത് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യോക്ക് പോർഷനും കിട്ടിയിട്ടുണ്ട്, താഴത്തെ പോർഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ താഴത്തെ പോർഷൻ ഞാൻ അവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ സൈഡിൽ ഇരിപ്പുണ്ട്. ഇനി ഞാൻ ഇവിടുന്ന് ഒരു ഓവർലാപ്പ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓവർലാപ്പ് കൊടുക്കുന്നത് ഇതുപോലാണ്. ആ വീനെക്കിൻ്റെ കണ്ടിന്യൂഷൻ പോലാണ് കേട്ടോ നമ്മൾ ഓവർലാപ്പ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വീനെക്കിനോട് ചേർത്ത് ഇതേപോലെ ടേപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് കണ്ടിന്യൂ ചെയ്ത് വരണ പോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് താഴത്തേക്ക് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഈ ഓവർലാപ്പ് വേണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓവർലാപ്പ് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇങ്ങനെ ഇപ്പം നമ്മൾ വെട്ടിയെടുത്തേക്കണ ഈ പാറ്റേൺ ഇല്ലേ, ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനി ഇങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾക്ക് തയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓവർലാപ്പിൻ്റെ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് നമ്മളിത് താഴത്തെ പോർഷൻ കണ്ടോ, നമ്മളെ യോക്ക് കട്ടിങ് താഴത്തെ പോർഷനും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓവർലാപ്പും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഓവർലാപ്പിൻ്റെ ബാക്കിലേക്ക് വരുന്ന ആ പോർഷൻ വരാൻ നേരത്ത് അവിടെ അങ്ങനെ നമുക്ക് തുണി ഇട്ടേക്കാൻ പറ്റില്ലല്ലോ. അവിടെ കുറച്ച് അധികം തുണി ഉള്ളിലേക്ക് നമുക്ക് കയറ്റി വെക്കാനായിട്ട് വേണം. ഇല്ലെങ്കിൽ നമുക്കത് ശരിയായി വരത്തില്ലല്ലോ. നമുക്ക് ആവശ്യത്തിന് തുണി അതിനകത്തേക്ക് വേണം. അപ്പോൾ ആ ഓവർലാപ്പിൻ്റെ അകത്തേക്ക് വെക്കാനായിട്ടുള്ള തുണി ഇതുപോലെ ഇതൊന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കുവാണേ. നമ്മുടെ ഇപ്പുറത്തെ വശം ഓവർലാപ്പിൻ്റെ ആ ഇപ്പുറത്തെ സൈഡ് ഉണ്ടായിരുന്നല്ലോ, ആ സൈഡ് വെച്ച് കൊടുത്തിട്ട് നമുക്കിപ്പം ആ ഇപ്പുറത്തെ സൈഡിൽ കുറവുള്ള വശത്തേക്കുള്ള തുണി നമ്മളിത് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പാറ്റേണൊക്കെ കട്ട് ചെയ്തത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല എന്തോരം തുണിയാണ് നമുക്ക് കൂടുതൽ വേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇതേപോലെ നമ്മൾ പാറ്റേൺ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വേണ്ട തുണിയൊക്കെ ഇതേപോലെ പേപ്പറിലോട്ട് വെട്ടിയെടുത്തിട്ട് ഇനി നമുക്ക് തുണിയിൽ വെച്ച് കൊടുത്ത് അങ്ങനെ തന്നെ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 2 സൈഡിലും തുണി ഉള്ളിലേക്ക് വെക്കാനായിട്ട് ഓവർലാപ്പ് ചെയ്ത് നിൽക്കാനായിട്ട്
രണ്ട് സൈഡിലേക്കും തുണി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നമുക്ക് ആ പേപ്പറിൽ നിന്ന് തന്നെ ആദ്യം വെട്ടുന്നതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അപ്പുറത്തെ മറുവശത്തേക്കുള്ള തുണി നമ്മൾ ഇതേപോലെ എക്സ്ട്രാ തുണി വെച്ച് കൊടുക്കണം. എന്തോരാണോ നമുക്ക് വേണ്ടത് അതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ സ്റ്റാപ്ലെയർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റാപ്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഫ്രണ്ടിൻ്റെ രണ്ട് സൈഡിലേക്കുള്ള ഓവർലാപ്പ് ഇതേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. അതേ താഴത്തെ യോക്ക് കട്ടിങ്ങും ഉണ്ട്, യോക്കിന് താഴത്തേക്കുള്ള പോർഷനും ഉണ്ട്. അപ്പോൾ അതേ മേളത്തെ പോർഷനും താഴത്തെ പോർഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കാണ് കേട്ടോ വെട്ടുന്നത്. ബാക്കിൽ ഞാനൊരു വള്ളി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. 18.5 ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ടിന് വേണ്ടി ടോട്ടൽ എടുത്തത്. അപ്പോൾ ബാക്കിൽ പക്ഷെ നമ്മൾ വള്ളി കൊടുക്കുന്നുണ്ട് താഴത്തെ പോർഷനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചെടുക്കാം, 2 ഇഞ്ചോളം നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. കാരണം 2 ഇഞ്ച് വള്ളി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 16.5 ഇഞ്ചാണ് കേട്ടോ ടോട്ടൽ ലെങ്ത് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ടിന് നമ്മൾ എങ്ങനെയാണോ ഷോൾഡറും ആം ഹോളും ഒക്കെ കട്ട് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ബാക്കിന് വേണ്ടിയിട്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഷോൾഡർ കട്ട് ചെയ്തപ്പോഴത്തേന് നേരത്തെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് 5.5 ആയിരുന്നു എടുത്തത്. ഇവിടെ ഇപ്പോൾ ബാക്ക് എടുത്തപ്പോഴത്തേന് 6 ഇഞ്ചാണ് എടുത്തത്. അതെനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കൃത്യം 5.5 തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ ഫ്രണ്ട് വെട്ടിയെടുത്തത് അതുപോലെ തന്നെ ബാക്കിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം എടുക്കണം. പിന്നെ ലെങ്ത്തിൽ മാത്രമാണ് നമ്മൾ ഡിഫറൻസ് വരുത്തിയേക്കുന്നത് കേട്ടോ. ലെങ്ത്ത് നമ്മൾ 16.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ ബാക്കിൽ നമ്മൾ വീനക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതേ വീനക്കിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത പോലെ തന്നെ 2.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. താഴത്തേക്ക് ഞാൻ 6.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. കുറച്ച് താഴത്തേക്ക് അത്യാവശ്യം വൈഡായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് ഓർത്തിട്ട് 6.5 ഇഞ്ച് തന്നെ ഫ്രണ്ട് കഴുത്തിൻ്റെ അതേ ഡെപ്ത് തന്നെയാണ് കേട്ടോ ബാക്കിൽ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ 6.5 ഇഞ്ചിൽ നമ്മൾ താഴത്തേക്ക് ഇറക്കം കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വി വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഫ്രണ്ട് എങ്ങനെയാണോ കട്ട് ചെയ്തത് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കിലും വീനൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത പാറ്റേൺ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അങ്ങനെ തന്നെ നമ്മൾ വെച്ച് ആ തുണിയെല്ലാം വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് പാറ്റേൺ വെച്ച് കൊടുത്തതിന് ശേഷം പാറ്റേണിൻ്റെ ചുറ്റിനും ഇതുപോലെ ചോക്ക് കൊണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൃത്യം അതുപോലെ തന്നെ വെച്ച് വെട്ടിയെടുക്കുവാണേ. അപ്പോൾ നമ്മളിപ്പോൾ വെട്ടിയെടുത്ത പാറ്റേൺ എല്ലാം നിങ്ങളും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്ത് വെട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ പാറ്റേൺ വെച്ച് എല്ലാ പീസുകളും ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ പീസെല്ലാം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിൽ നമ്മൾ ടൈ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ ടൈക്ക് വേണ്ടിയിട്ടുള്ള തുണിയാണ് കേട്ടോ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4.5 ഇഞ്ച് വീതിയിലാണ് ഞാൻ തുണി എടുക്കുന്നത്. അത് 2ആയിട്ട് മടക്കിയിട്ടേക്കുവാണ് കേട്ടോ. തുണി 2ആയിട്ട് മടക്കിയിട്ടേക്കുന്ന തുണി 4.5 ഇഞ്ച് വീതിയിൽ നമ്മൾ വെട്ടിയെടുക്കുവാണ്. അതിന് നമ്മൾ ടെയിൽ പോലെ ഇതുപോലെയും കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഈ ഒരു പോർഷൻ നമ്മളിങ്ങനെ സ്ലാൻഡിങ് ലൈൻ പോലെയൊക്കെ വെട്ടിയെടുത്തിട്ട് നമ്മളത് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്, ഒരു ടെയിൽ പോലെ. അപ്പോൾ നമ്മൾ 4.5 ഇഞ്ച് വീതിയുള്ള തുണിയാട്ടോ എടുത്തേക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 30 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലെങ്ത് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കാണിക്കുന്നുണ്ട്. 30 ഇഞ്ചാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ഇതുപോലത്തെ 4 പീസ് തുണിയാട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതായത് ഒരു സൈഡിലേക്ക് 2 പീസ് വെച്ച് വേണം. അങ്ങനെ നമുക്ക് 2 സൈഡിലേക്കും കൂടി ടോട്ടൽ 4 പീസ് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ തുണി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവിനുള്ള പാറ്റേൺ ആട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പഫ് സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത്. ആ ഒരു സെൻറ്റർ പോർഷനിൽ നമ്മൾ 10.5 ഇഞ്ച് നീളമാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ 4 ഇഞ്ച് നീളമാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് ഈ 10.5 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ചിലേക്ക് ഇതുപോലെ നമ്മളൊന്ന് കെർവ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പഫ് സ്ലീവിൻ്റെ ഉള്ള പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതും ഈ പാറ്റേണും വെച്ച് നമ്മൾ അതുപോലെ തന്നെ സ്ലീവിനുള്ള തുണിയും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയെല്ലാം ഇപ്പം ഞാൻ ഫസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ലീവ് മടക്കി അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ അറ്റം മടക്കി അടിച്ചതിന് ശേഷം സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനിൽ പഫ്സ് നമ്മൾ ഇതേപോലെ പ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്മൾ 4 ഇഞ്ച് നീളം എടുത്ത ആ ഒരു വശം ഉണ്ടായിരുന്നല്ലോ, ആ സൈഡ്, ഇതിൻ്റെ ആ സൈഡിൽ നിന്ന് 6.5 ഇഞ്ച് 2 വശത്തും വിട്ടതിന് ശേഷം 2 സൈഡിലും നമ്മൾ 6.5 ഇഞ്ച് വിട്ടതിന് ശേഷം സെൻറ്ററിൽ നമുക്ക് കിട്ടുന്നൊരു പോർഷൻ ഉണ്ടല്ലോ, 2 വശത്തൊന്നും 6.5 ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ കിട്ടുന്ന ആ ഒരു പോർഷനിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയാണ് എൻ്റെ 6.5 ഇഞ്ച് വരുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ കെട്ടിട്ടത് നിർത്തുവാണ് കേട്ടോ. അപ്പോൾ 2 വശത്ത് ഞാൻ 6.5 ഇഞ്ച് വീതമാണ് വിട്ടേക്കുന്നത്. അങ്ങനെ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്ലീവിലൊക്കെ ഒന്ന് എൻ്റെ കയ്യിലൊക്കെ ഒന്ന് വെച്ചൊക്കെ നോക്കുക കേട്ടോ സ്ലീവ്. അപ്പോൾ നമുക്ക് പഫൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നമ്മൾ പഫ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ടെയിലുണ്ടല്ലോ, നമ്മൾ പുറകിൽ ബോ വെക്കാനായിട്ട് വള്ളി വെക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആ തുണി ഇതേപോലെ നല്ല വശവും മുഖാമുഖം ചേർത്ത് വെച്ചതിന് ശേഷം എല്ലാ വശങ്ങളിലും ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുവാണേ. അപ്പം നമ്മൾ
രണ്ട് പീസ് വെച്ച് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദ്യത്തെ 2 പീസ് നമ്മളിത് ഇതേപോലെ നല്ല വശവും കൂടി ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം 4 വശത്ത് നമ്മളൊന്ന് 4 വശത്തല്ല 3 വശത്ത് ഒരു സൈഡ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ വശത്തും നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം അത് മറിച്ചെടുക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇതെടുക്കുന്നത്, വള്ളി കെട്ടാനുള്ള സംഭവം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇപ്പം അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് യോക്ക് പോർഷനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഓവർലാപ്പിൻ്റെ താഴത്ത് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ഒരു പോർഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് ലൈനിങ്ങിലേക്ക് ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ പീസ് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഓവർലാപ്പിൻ്റെ പീസൊക്കെ ലൈനിങ്ങിലേക്ക് പിടിപ്പിച്ചെടുക്കുവാണേ. അപ്പോൾ ഓവർലാപ്പിൻ്റെ പീസ് നമ്മളിത് ഇതുപോലൊന്ന് ലൈനിങ്ങിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ക്യാൻവാസ് വെച്ചാണ് കഴുത്തൊന്ന് അടിച്ച് മറിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ആവശ്യത്തിന് നമുക്ക് എന്തോരാണോ നമ്മുടെ ആ ഓവർലാപ്പിൻ്റെ നെക്കുണ്ടല്ലോ, നെക്കിൻ്റെ ആ ഒരു ഓവർലാപ്പിൻ്റെ പോർഷൻ എന്തോരാണോ വരുന്നത് അത്രയും നീളത്തിൽ ഇതുപോലെ ഞാൻ ക്യാൻവാസ് വെച്ച് ലൈനിങ് പീസിൽ അയൺ ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അറ്റം ഞാൻ മടക്കി അടിച്ചെടുക്കുവാണ് നല്ല നീറ്റായിട്ട്. അപ്പോൾ നമുക്ക് 2 സൈഡിലേക്കും വേണ്ടതുണ്ട് കേട്ടോ. ഇതേപോലെ കണ്ടല്ലോ, ഈ ഓവർലാപ്പിൻ്റെ ഇവിടെ നമ്മൾ ലൈനിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ക്യാൻവാസ് വെച്ചാണ് കഴുത്ത് അടിച്ച് മറിച്ച് നീറ്റായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലൈനിങ് വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ആ അറ്റത്തേക്ക് നമ്മൾ ഇതേപോലെ ക്യാൻവാസ് വെച്ച് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുവാണേ. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ പോർഷൻ അടിച്ച് മറിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഇരുത്തിയും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, നീറ്റായിട്ട് കഴുത്തൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. ക്യാൻവാസ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ച് മറിച്ചെടുത്തു. ഇനി നമ്മളൊന്ന് ഇരുത്തി അടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഇരുത്തി അടിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ഇരുത്തി അടിച്ചാൽ മതി. ഞാനിപ്പോൾ ഇരുത്തി അടിച്ച് കൊടുക്കുവാണേ. അപ്പോൾ നമ്മൾ 2 വശങ്ങളിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നെക്കിൻ്റെ 2 വശങ്ങളിലും നമ്മൾ ഇതേപോലെ ക്യാൻവാസ് വെച്ച് കൊടുത്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ഓവർലാപ്പ് ഞാൻ അതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, നമ്മുടെ വീനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീനൊക്കെ ആക്കണമെങ്കിൽ നമ്മൾ ഓവർലാപ്പ് ഇതേപോലെ കൃത്യം വെച്ച് കൊടുത്തതിന് ശേഷം താഴത്തെ പോർഷനിൽ ഞാനൊന്ന് ഇരുത്തി അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് 2 വശങ്ങളും കൂടെ ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴെയാണ് ഒന്നിച്ച് വെച്ച് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നെക്കൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനാണ് കേട്ടോ ഈ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്ക് ഇതേപോലെ ക്യാൻവാസ് വെച്ച് നീറ്റായിട്ട് അടിച്ചെടുത്തതിന് ശേഷം 2ഉം കൂടെ ഒന്നിച്ച് വെച്ച് കൊടുത്തിട്ട് ആ താഴത്തെ പോർഷനിൽ ഇതേപോലെ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓവർലാപ്പിൻ്റെ അവിടെയും കൂടി നെക്കിൻ്റെ ആ ഒരു പോർഷൻ അത് ഒന്നിച്ചിരിക്കാൻ വേണ്ടി അവിടെയും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു നെക്കിൻ്റെ പോർഷൻ മാത്രം അടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇട്ട് കഴിയുമ്പോൾ അത് അവിടെ ഇങ്ങനെ തുറന്നിരിക്കുന്നുണ്ട്. അപ്പോൾ തുറന്നിരിക്കുന്നതുകൊണ്ട് പിന്നീട് ഞാനിത് ഫുള്ളായിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്, അടിച്ചങ്ങോട്ട് യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷൻ്റെ യോക്കിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടായിരുന്നല്ലോ, യോക്കിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ താഴത്തെ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് അടിച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെട്ടി വെച്ചിരുന്ന പീസ് ഇപ്പോൾ നമ്മൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എക്സസ് ആയിട്ട് നിൽക്കണതൊക്കെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞതിന് ശേഷം താഴത്തെ ഭാഗം നമ്മൾ ഇതേപോലെ സാധാരണയായിട്ടൊന്ന് വെച്ച് മടക്കി അടിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ നല്ല നീറ്റായിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷൻ ഞാൻ വെറുതെ കഴുത്ത് അടിച്ച് മറിച്ച് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ലൈനിങ്ങിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ലൈനിങ്ങിലേക്ക് നമ്മൾ ക്ലോത്തിൻ്റെ നല്ല വശമാട്ടോ ചേർത്തിട്ട് കൊടുത്തേക്കുന്നത്. നല്ല വശമാണ് ലൈനിങ്ങിലേക്ക് നമ്മൾ ചേർത്തിട്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെ കൊടുത്തതിന് ശേഷം വീനെക്ക് നമ്മളിത് ഇതുപോലെ അങ്ങ് അടിച്ചെടുക്കുവാണ് നെക്കിൻ്റെ സൈഡിൽ കൂടി. എന്നിട്ട് നമ്മൾ ആ എക്സസ് സൈഡ് നിൽക്കുന്ന പോർഷനൊക്കെ ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുവാണ്. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതങ്ങോട്ട് തിരിച്ചങ്ങോട്ട് നമ്മൾ സാധാരണ എപ്പോഴും നെക്ക് അടിച്ച് മറിച്ചെടുക്കൂലേ, അതുപോലെ തന്നെ നമ്മൾ നെക്ക് അടിച്ച് മറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അടിച്ച് മറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നീറ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇരുത്തി അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു വീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാക്കിൽ. അങ്ങനെ നമ്മുടെ വീനക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് ഒരു സൈഡും കൂടെ ഒന്ന് ഇരുത്തി അടിച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ മറ്റേ സൈഡും കൂടി ഇതുപോലെ ഒന്ന് ഇരുത്തി അടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഫ്രണ്ടും ബാക്കിൻ്റെ ഷോൾഡർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ജോയിൻ ചെയ്തെടുക്കുകയാണ്.
രണ്ട് വശം കൂടി ചേർത്ത് വെച്ച് നമ്മൾ അടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ ഷോൾഡർ നമുക്ക് ഇതുപോലൊന്ന് സീം കാണാത്ത രീതിയിൽ അടിക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഫ്രണ്ടും ബാക്കും ഇതുപോലെ ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം ബാക്കിൻ്റെ നല്ല വശവും അതായത് ഫ്രണ്ടിൻ്റെ നല്ല വശം ബാക്കിൻ്റെ നല്ല വശം ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം ബാക്കിൻ്റെ ഈ ലൈനിങ് കണ്ടോ, ഈ ലൈനിങ് ഇത് ഇതുപോലെ അങ്ങ് തുറന്നിട്ട് കഴിഞ്ഞിട്ട് അതിനെ ഫുൾ ഫ്രണ്ടിൻ്റെ ടോപ്പ് ഭാഗം ഉണ്ടല്ലോ അതുമായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങോട്ട് എടുക്കണം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സീം കാണാതെ അടിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിൻ്റെ ലൈനിങ്ങും നല്ല മെയിൻ ക്ലോത്തും കൂടെ വെച്ചത് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആ ഷോൾഡറിൻ്റെ ഭാഗം 2 തവണ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ 2 തവണ അടിച്ചു കൊടുത്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതേ കണ്ട നല്ല നീറ്റായിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് നോക്കാൻ നേരം നല്ല നീറ്റായിട്ട് സീമൊന്നും കാണാതിരിക്കും കേട്ടോ. ഇനി നമ്മൾ ബാക്ക് പോർഷൻ്റെ താഴത്തെ ഭാഗം മടക്കി അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബാക്ക് പോർഷൻ്റെ താഴത്തെ പോർഷൻ നമ്മൾ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഷോൾഡർ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയുവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തത് 5.5 ഇഞ്ചും ബാക്ക് പോർഷൻ കട്ട് ചെയ്തപ്പോഴത്തേന് 6 ഇഞ്ചും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഏറ്റക്കുറച്ചിലും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് 5.5 ഇഞ്ച് തന്നെ ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ കറക്റ്റായിട്ട് ഷോൾഡറൊക്കെ നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം നമ്മളിത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമുക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മേത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന ഷോൾഡർ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് നമ്മളിത് സ്ലീവ് ഇതുപോലെ തന്നെ സെൻറ്റർ നോക്കിയിട്ട് സെൻറ്റർ ഭാഗത്തുനിന്ന് വേണം നമ്മൾ സ്ലീവ് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അങ്ങനത്തെ നമ്മൾ സ്ലീവ് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 തവണ സ്ലീവ് അടിച്ച് പിടിപ്പിക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അടിച്ച് പിടിപ്പിച്ചില്ല എങ്കിൽ അത് പിന്നീട് വിട്ട് പോരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 2 തവണ നമ്മളിത് ഇതുപോലെ ഒന്ന് സ്ലീവ് അടിച്ച് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ 2 സ്ലീവും ഇതുപോലെ തന്നെ പിടിപ്പിച്ചെടുക്കണേ. ഇപ്പോൾ അതേ നമ്മൾ ഒരു സ്ലീവ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സ്ലീവും കൂടി ഒന്ന് പിടിപ്പിച്ചെടുക്കണവേ. അപ്പോൾ ഈ ടോപ്പ് നമുക്കൊരു റെഡിമെയ്ഡ് ലുക്കുള്ളൊരു ടോപ്പാണ്. നല്ല രസമാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ 2 സ്ലീവ് ഇതേപോലെ അടിച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിലവിലുള്ള ഏതെങ്കിലും ഒരു ടോപ്പ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം കറക്റ്റായിട്ട് ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. സ്ലീവിൻ്റെ ഷേപ്പും ഒക്കെ നിങ്ങളുടെ കറക്റ്റ് അളവിന് നിങ്ങളുടെ നിലവിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പ് ഏതാണോ അതിൻ്റെ അളവിൽ നിങ്ങൾ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളപ്പം 2 വശങ്ങളിലും ഷേപ്പ് വരച്ച് വെച്ചത് ഇങ്ങനെ തന്നെ നമ്മളൊന്ന് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ കുറഞ്ഞ് നിൽക്കുന്ന ഈ ഒരു പോർഷൻ കണ്ടല്ലോ, ഫ്രണ്ടിനേക്കാളും നമുക്ക് ബാക്ക് പോർഷന് നീളം കുറവാണ്. അപ്പോൾ നമ്മളിത് അവിടെയാണ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചേക്കുന്ന ആ ഒരു വള്ളി വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഇങ്ങനെയാണ് നമ്മൾ വള്ളി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ കുറവുള്ള വശത്തേക്ക് നമ്മൾ വള്ളി ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് അടിച്ചെടുക്കുവാണ്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പോർഷൻ ഒരു സൈഡ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വള്ളി വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ ഇൻവിസിബിൾ സിബാണ് കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ഹഗ്ഗിങ് ടോപ്പ് ആയതുകൊണ്ട് സിബ് വെച്ച് കൊടുത്തില്ലെങ്കിൽ നമുക്ക് കയറ്റാനും ഇറക്കാനും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.